ചോദ്യം നമ്പർ 454 ശ്രീമതി കെ രമ, ബഹുമാനപ്പെട്ട ആരോഗ്യം വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി. സർ, എ, സൈബർ ആക്രമണം നടന്നിട്ടുണ്ട്. ബി, റീജിയണൽ ക്യാൻസർ സെൻ്ററിലെ റേഡിയോ ഡയഗ്നോസിസ് വിഭാഗത്തിലെ GE കമ്പനിയുടെ പാക്ക് സോഫ്റ്റ്വെയറിലും റേഡിയേഷൻ ഫിസിക്സ് വിഭാഗത്തിലെ വേരിയൻ കമ്പനിയുടെ സിട്രിക്സ് സോഫ്റ്റ്വെയറിലുമാണ് 28/4/2024 സൈബർ ആക്രമണം ഉണ്ടായത്. പക്ഷേ ക്രിട്ടിക്കൽ സിസ്റ്റത്തിൽ ബാധിക്കുന്നതിന് മുൻപ് തന്നെ ഇത് കണ്ടെത്തുകയും അതിൻ്റെ പ്രവർത്തനം നിർത്തിവെക്കുകയും ചെയ്തു. സൈബർ ആക്രമണം കണ്ടെത്തിയതിൻ്റെ ആദ്യ ദിനം മുതൽ തന്നെ അതിനെ മറ്റു കമ്പ്യൂട്ടറുകളിൽ വ്യാപിക്കാതിരിക്കാനുള്ള നടപടികൾ RCC സ്വീകരിച്ചിരുന്നു. തുടർന്ന് അടിയന്തരമായി സർക്കാരിനെയും സൈബർ സെക്യൂരിറ്റി വിഭാഗത്തെയും CERT-നെയും കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം കേരള അറിയിക്കുകയും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെയും വിദഗ്ധ സമിതിയുടെയും നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ RCCയിൽ നിന്നും 29/4/2024 ഔദ്യോഗികമായി സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് സൈബർ ഓപ്പറേഷൻസിന് പരാതി നൽകുകയും അവരുടെ നിർദ്ദേശം 8/5/2024 തിരുവനന്തപുരം പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ 9/5/2024 സൈബർ ക്രൈം വിഭാഗം 116/2024 നമ്പറായി FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. സൈബർ വിഭാഗവും CERT-ഉം അനാലിസിസ് നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ 8 ഡെസ്ക്ടോപ്പ് PCകളിലും 4 സെർവറുകളിലുമാണ് വൈറസ് ബാധിച്ചതെന്ന് കണ്ടുപിടിക്കുകയും തുടർന്ന് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടറുകളിലുള്ള വിവരങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി 5 ദിവസം സ്ഥാപനത്തിലെ രോഗികളുടെ ചികിത്സ നിർത്തിവെക്കുകയും 6-ാം ദിവസം പുനരാരംഭിക്കുകയും ചെയ്തു. സൈബർ ആക്രമണം നേരിട്ട മറ്റു കമ്പ്യൂട്ടറുകൾ സൈബർ വിഭാഗവും CERT-ഉം തുടർ പരിശോധനകൾക്കായി ഏറ്റെടുത്തിട്ടുണ്ട്. സൈബർ വിഭാഗത്തിൻ്റെയും CERT-ൻ്റെയും നിർദ്ദേശപ്രകാരം രോഗികളുടെ ചികിത്സാ രേഖകൾക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഭാവിയിൽ ഇത്തരം സൈബർ ആക്രമണങ്ങൾ വരാതിരിക്കുന്നതിനുമുള്ള നടപടികൾ RCC സ്വീകരിച്ചു വരികയാണ്. ബാക്കപ്പ് ഉള്ളതിനാൽ രോഗികളുടെ റേഡിയേഷൻ ചികിത്സാ വിവരങ്ങൾ സുരക്ഷിതമാണ്. ശ്രീമതി കെ രമ. സർ, RCCയിലെ സെർവറിന് നേരെയുണ്ടായ സൈബർ ആക്രമണം സംബന്ധിച്ച് നടത്തിയ പോലീസിൻ്റെ സൈബർ അന്വേഷണം നടത്തിയ അന്വേഷണത്തിൽ ഓഡിറ്റിങ്ങിലും അതിൻ്റെ RCCയിലെ കമ്പ്യൂട്ടർ ശൃംഖലയുടെ സെക്യൂരിറ്റി സിസ്റ്റം വേണ്ടത്ര ഗുണനിലവാരമില്ലായിരുന്നെന്ന് കണ്ടെത്തിയതായിട്ടാണ് റിപ്പോർട്ടുകൾ വന്നത്. അപ്പോൾ ഇത്രയധികം രോഗികളുടെ സ്വകാര്യ വിവരങ്ങളും ആരോഗ്യ സംബന്ധമായ വിവരങ്ങളുമൊക്കെ ശേഖരിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന ഈ സ്ഥാപനത്തിന് ഉപയോഗത്തിനായി വേണ്ടത്ര നിലവാരമില്ലാത്ത സെക്യൂരിറ്റി സിസ്റ്റം ഉൾപ്പെടെയുള്ള നെറ്റ്വർക്ക് സംവിധാനത്തിന് അനുമതി ലഭിച്ചത് എങ്ങനെയാണെന്നും ഇതിനെ സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണത്തിന് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടോ എന്നുള്ളതുമാണ് ചോദ്യം. സർ, ഞാൻ ഉത്തരത്തിൽ പറഞ്ഞതുപോലെ RCCയിലെ റേഡിയോ ഡയഗ്നോസിസ് വിഭാഗത്തിലെ GE കമ്പനിയുടെ പാക്ക് സോഫ്റ്റ്വെയറും അതോടൊപ്പം തന്നെ റേഡിയേഷൻ ഫിസിക്സ് വിഭാഗത്തിലെ വേരിയൻ കമ്പനിയുടെ സിട്രിക്സ് സോഫ്റ്റ്വെയറിലുമാണ് ഈ സൈബർ ആക്രമണം നടന്നതായി കണ്ടെത്തിയത്. സർ, 28/4/2024 വൈകുന്നേരം ഒരു രോഗിയുടെ പരിശോധനാ റിപ്പോർട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് അത് ഓപ്പൺ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള വിവരം RCCയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടനെ തന്നെ അവിടുത്തെ സൈബർ ഇൻഫർമേഷൻ സിസ്റ്റം ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയും മറ്റ് സിസ്റ്റത്തിലേക്ക് ഇത് വ്യാപിച്ചിട്ടില്ല എന്നുള്ളത് ഉറപ്പാക്കുകയും ചെയ്തു. സർ, ഏതാണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിന് തൊട്ട് പിറ്റേന്ന് രാവിലെ വേരിയൻ കമ്പനിയുടേതായിട്ടുള്ള റേഡിയേഷൻ ഫിസിക്സ് വിഭാഗത്തിലുള്ള ഒരു സിസ്റ്റത്തിലും ഇതുപോലെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവിടെ സാധിക്കാതെ വന്നു. അപ്പോൾ ഡേറ്റ എൻക്രിപ്റ്റഡ് ആണ് എന്നുള്ളത് മനസ്സിലായി. ഏതാണ്ട് വിതിൻ നോ ടൈം, മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നടപടികൾ സ്വീകരിച്ചു. സർ, ഇതിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇത് 2 കമ്പനികളുടെ സോഫ്റ്റ്വെയറാണ്. എന്നാൽ RCCയുടെ മേജറായിട്ടുള്ള സിസ്റ്റത്തിനോ സെർവറുകൾക്കോ ഒരു കേടുപാടും അല്ലെങ്കിൽ ഒരു അറ്റാക്കും അതിനെതിരെ നടന്നിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം RCCയുടെ മേജറായിട്ടുള്ള സോഫ്റ്റ്വെയറുകളോ അല്ലെങ്കിൽ സെർവറുകൾ അത് പ്രൊട്ടക്റ്റഡ് ആയിരുന്നു എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ വേരിയൻ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർ ആ രീതിയിലുള്ള ഒരു ആൻറ്റി വൈറസ് പ്രൊട്ടക്ഷൻ അവരുടെ സിസ്റ്റത്തിൽ വേണ്ട എന്ന നിലപാട് ആദ്യം എടുത്തു. അതിനവർ കാരണമായി പറഞ്ഞത് ഈ റിസൾട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം താമസിക്കുമെന്നുള്ളത് കൊണ്ട് അതിൽ ആൻറ്റി വൈറസ് പ്രൊട്ടക്ഷൻ വേണ്ട, അവരുടെ ആ കമ്പ്യൂട്ടറുകളിൽ PCകളിൽ വേണ്ട എന്നുള്ളത് അവർ പറഞ്ഞ് കമ്പനി തന്നെയാണത് നേരിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ RCCയുടെ മറ്റ് സിസ്റ്റത്തിലോ പേഷ്യൻ്റ് ഇൻഫർമേഷൻ സംവിധാനത്തിലോ യാതൊരു തരത്തിലുള്ള അറ്റാക്കും ഉണ്ടായിട്ടില്ല. അത് ആ രീതിയിലുള്ള പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അതോടൊപ്പം തന്നെ സർ, ഈ വളരെ നമ്മൾ എയിംസ് പോലെയുള്ള ഡൽഹി എയിംസ് ഒക്കെ 1 മാസം പ്രവർത്തനം നിർത്തിവെച്ച സാഹചര്യമുണ്ട് ഒരു സൈബർ അറ്റാക്ക് ഇതുപോലെ ഉണ്ടായ സാഹചര്യത്തിൽ. പക്ഷേ RCC വളരെ കൃത്യമായി തന്നെ ഇടപെട്ടുകൊണ്ട് അതോടൊപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ IT വിദഗ്ധരെ ഉൾപ്പെടുത്തി കൂടുതൽ എൻഹാൻസ് ചെയ്യുന്നതിന്, സെക്യൂരിറ്റി സംവിധാനം കൂടുതൽ എൻഹാൻസ് ചെയ്യുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് വളരെ കൃത്യമായി പരിശോധിച്ച് അതിൻ്റെ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. സർ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ,
20 ലക്ഷത്തോളം രോഗികളുടെ വിവരങ്ങൾ ഹാക്കർമാർ ചോർത്തി എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് സാർ. നെറ്റ്വർക്ക് സെക്യൂരിറ്റിയിലെ പോരായ്മയാണ് ഹാക്കർമാർക്ക് ഈ ശൃംഖലയിലേക്ക് കടന്നു കയറാൻ സഹായിക്കുന്നത്. അപ്പോൾ സാർ, അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ സമാനമായ രീതിയിൽ RCCയിൽ നിന്ന് സമാനമായ രീതിയിൽ ഹെൽത്ത് സംവിധാനം സംസ്ഥാനത്ത് മുഴുവനുണ്ട്. ഈ ഹെൽത്ത് സംവിധാനത്തിൽ ഇതുപോലെയുള്ള രോഗികളുടെ ഈ വിവരങ്ങളൊക്കെ ശേഖരിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് ഹാക്കിംഗ് നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ സർക്കാർ എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന്? സർ, ബഹുമാനപ്പെട്ട അംഗം 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് RCCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. അതിൽ ഈ സിസ്റ്റം സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടത് നമ്മൾ അറിയേണ്ടത് ഈ രോഗികളുടെ പ്ലാൻ സംബന്ധിച്ച്, പരിശോധന പ്ലാൻ, സ്കാനിങ് സംബന്ധിച്ച് അല്ലെങ്കിൽ മറ്റ് പരിശോധന സംബന്ധിച്ച പ്ലാൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിൽ പേഷ്യൻറ്റിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നില്ല. പിന്നെ IT വിദഗ്ധർ പറയുന്ന മറ്റൊരു കാര്യം സർ, ഈ ഡേറ്റ അവർ കവർന്നതായിട്ട് നമുക്ക് യാതൊരു തെളിവുമില്ല. അവർ കവർന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ ബ്ലാക്ക് വെബിൽ ഉൾപ്പെടെ അത് പ്രസിദ്ധമാകുന്ന അല്ലെങ്കിൽ അത് വരുന്നൊരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. പക്ഷേ RCCയുടെ ഒരു ഡേറ്റയും ആ രീതിയിൽ ബ്ലാക്ക് വെബിലൊന്നും ഇതുവരെ അത് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഡേറ്റ ആ രീതിയിൽ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടില്ല. ഡേറ്റ എൻക്രിപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷേ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ രീതിയിൽ അവർ എടുത്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ കാര്യം സാർ, ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം, സ്റ്റേറ്റ് ഡാറ്റാ സെൻറ്ററിലാണ് ഹെൽത്തിൻ്റെ എല്ലാ ഡേറ്റകളും സൂക്ഷിക്കുന്നത്. അതുമാത്രമല്ല, ഈ രീതിയിലുള്ള പ്രൊട്ടക്ഷനുകൾ, ആൻറ്റിവൈറസ് പ്രൊട്ടക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൽ കൃത്യമായിട്ട് ഉറപ്പാക്കിക്കൊണ്ടാണ് ഹെൽത്തിൻ്റെ സംവിധാനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഹെൽത്തിൽ പരിശോധിക്കുന്ന ഡോക്ടർ വിത്ത് ദ പെർമിഷൻ ഓഫ് പേഷ്യൻറ്റിൻ്റെ അനുവാദത്തോടെ ഡോക്ടർക്കും മാത്രമേ, ആ 2 വ്യക്തികൾക്ക്, പേഷ്യൻറ്റിനാണ് അതിൽ പൂർണ്ണാധികാരം, അത് പേഷ്യൻറ്റിൻ്റെ അനുവാദത്തോടെ ഡോക്ടർക്കും ഈ ഡീറ്റെയിൽസിലേക്ക് കാണാൻ കഴിയും. മറ്റൊരാൾക്കും ഒരു വ്യക്തിയുടെ മറ്റു വിവരങ്ങൾ, സ്വകാര്യമായ വിവരങ്ങൾ, രോഗവിവരങ്ങൾ കാണാനായിട്ട് കഴിയുന്നതല്ല. ശ്രീ പി അനിൽകുമാർ. സാർ, ഒരു വ്യക്തിയുടെ ആരോഗ്യ വിവരം എന്ന് പറയുന്നത് തീർത്തും സ്വകാര്യമാണ് സാർ. അതുകൊണ്ട് തന്നെ വികസിത രാജ്യങ്ങളിലൊക്കെ അത് പ്രൊട്ടക്റ്റഡ് ആണ് ഹെൽത്ത് ഇൻഫർമേഷൻ. അത് നിയമം മൂലമാണ് സാർ അമേരിക്ക പോലെ രാജ്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ളത്. സാർ, ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ കാണിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് യാതൊരു സുരക്ഷയുമില്ല എന്നാണ്. RCCയുടെ കാര്യം മാത്രമാണ് പുറത്തു വന്നത്. മറ്റ് ഹോസ്പിറ്റലിലെ കാര്യം നടന്നിട്ടുണ്ടോ എന്ന് പോലെ അന്വേഷിക്കാനുള്ള സംവിധാനം ഉണ്ടോ എന്നെനിക്കറിയില്ല സർ. മറ്റ് ഹോസ്പിറ്റലുകളും അത്തരം സംവിധാനങ്ങൾ എന്തെങ്കിലും നടന്നോ എന്ന് പരിശോധിക്കുവാനും അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങളിൽ നിയമം കൊണ്ടുവന്നുകൊണ്ട് ഇത് നേരിടാനുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിക്കുമോ എന്നുള്ളതാണ്. സർ, ബഹുമാന്യനായ അംഗം പറഞ്ഞതുപോലെ ലാഘവത്തോടെ അല്ല ആരോഗ്യവകുപ്പ് ഇത് കാണുന്നത്. നമ്മൾ കാണേണ്ടത് RCCയിൽ ഈ ഒരു ഡേറ്റ അപ്ലോഡ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ, ഒരു പേഷ്യൻറ്റിൻ്റെ പരിശോധനയുടെ ഡേറ്റ അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നില്ല ഒരു സിസ്റ്റത്തിൽ. ഉടനെ തന്നെ അവിടെ പരിശോധന ഉണ്ടായി സാർ, എന്തുകൊണ്ട് ഡേറ്റ അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത്. അവിടെയാണ് ചില സിസ്റ്റത്തിൽ, ചില PCകളിൽ ആ രീതിയിൽ ഒരു ഡേറ്റ എൻക്രിപ്ഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്തിയിട്ടുള്ളത്. ഇവിടെ പറഞ്ഞതുപോലെ 4 സെർവറുകൾ, അത് ഈ കമ്പനികളുമായിട്ട്, GE കമ്പനിയും വേരിയൻ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ 4 സെർവറുകളാണ് സാർ ആ രീതിയിൽ അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പരമപ്രധാനമായിട്ടുള്ള കാര്യം, RCC പോലെ ലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥാപനത്തിൽ അതിൻ്റെ മേജർ കമ്പ്യൂട്ടർ സിസ്റ്റത്തെ തൊടുവാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് സാർ. അതിന് കാരണം ഫയർവാൾ ഉൾപ്പെടെ മറ്റ് സുരക്ഷിത സംവിധാനങ്ങൾ RCCയിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അത് മാത്രമല്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഇപ്പോൾ എയിംസ് പോലെയുള്ള സ്ഥാപനങ്ങൾ, രാജ്യത്തെ ഏറ്റവും മികച്ച ആരോഗ്യ സ്ഥാപനങ്ങളിൽ ഒന്നാണ് എയിംസ്. ഡൽഹി എയിംസിൽ 1 മാസമാണ് സാർ ടോട്ടൽ ഷട്ട് ഡൗൺ ഉണ്ടായത്. നമ്മൾ ചെയ്തത് ഈ ഡേറ്റ ബാക്കപ്പ് ഉണ്ടായിരുന്നു, കൃത്യമായിട്ടുള്ള ബാക്കപ്പ് ഉണ്ടായിരുന്നു. 6 ദിവസത്തിൽ 6ാമത്തെ ദിവസം വീണ്ടും റേഡിയേഷൻ, മറ്റൊരു സംവിധാനത്തെ ഇത് ബാധിച്ചിട്ടില്ല, റേഡിയേഷൻ 6ാമത്തെ ദിവസം പുനരാരംഭിക്കുന്നതിന് സാധിച്ചു. സർ, ഈ ഒരു സംഭവം ഉണ്ടായൊരു സാഹചര്യത്തിൽ ഞാൻ ബഹുമാനപ്പെട്ട CMൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ സൈബർ വിഭാഗം വളരെ കൃത്യമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണങ്ങൾ, ഇൻവെസ്റ്റിഗേഷൻ സൈബർ പോലീസ് നടത്തുന്നുണ്ട്. അതോടൊപ്പം IT വിദഗ്ധരുടെ നേതൃത്വത്തിൽ എന്തൊക്കെ നടപടികൾ, RCC മാത്രമല്ല, ഇപ്പോൾ മലബാർ ക്യാൻസർ സെൻ്ററൊക്കെ ഉൾപ്പെടെയുള്ള നമ്മുടെ സ്ഥാപനങ്ങളിൽ, മറ്റ് ആശുപത്രികളിൽ, നമ്മുടെ DHSൻ്റെയും DMEയുടെയും കീഴിലുള്ള സ്ഥാപനങ്ങളിൽ എന്തൊക്കെ സൗകര്യങ്ങൾ ചെയ്യണം, നിലവിലുള്ളതിൻ്റെ ഒരു പരിശോധന എന്താണ്, ഇപ്പോൾ ഒരു ഓഡിറ്റ് കൂടി നടത്തുന്നതിന് തീരുമാനിക്കുകയും ആ രീതിയിലുള്ള പരിശോധനകൾ നടക്കുകയും ചെയ്യുന്നുണ്ട് സാർ. ശ്രീ CR മഹേഷ്. സർ, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ആരോഗ്യ ഡാറ്റ സ്പ്രിംഗ്ലർ എന്ന സ്ഥാപനത്തിന് നൽകിയത് വിവാദമായിരുന്നു. സർ, ഇതിന് ശേഷം ആരോഗ്യ ഡാറ്റ സംരക്ഷിക്കാൻ സർക്കാർ നടത്തിയ പ്രവർത്തനം വിശദമാക്കാമോ? യെസ് മിനിസ്റ്റർ. സർ, അതിനുശേഷം എന്നുള്ളതല്ല, ബഹുമാനപ്പെട്ട അംഗം ഞാൻ നേരത്തെ ഇവിടെ ഉത്തരത്തിൽ പറഞ്ഞു. അതായത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഡേറ്റ പോളിസി വളരെ കൃത്യമായി അല്ലെങ്കിൽ ശക്തമായി ഒരു വ്യക്തിയുടെ പ്രൈവസി എത്രത്തോളം എൻഷുർ ചെയ്യാമോ, രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം അനുസരിച്ചിട്ടുള്ള എല്ലാ പ്രൊട്ടക്ഷനുകളും അല്ലെങ്കിൽ പ്രൈവസി കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഹെൽത്ത് സംവിധാനത്തിൽ
നമ്മുടെ സ്റ്റേറ്റ് ഡാറ്റാ സെൻറ്ററിലാണ് ഈ കാര്യങ്ങൾ സൂക്ഷിക്കുന്നത്. ഇതിലേതെങ്കിലും തരത്തിലുള്ള ഒരു വീഴ്ച ഉണ്ടാകുന്നതിന് ഇടയാക്കാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് RCCയിലും ഇത്തരത്തിലുള്ളൊരു സൈബർ അറ്റാക്ക് തുടങ്ങിയപ്പോൾ തന്നെ നമുക്കത് കണ്ടുപിടിക്കുന്നതിനും അത് മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കുന്നതിനും തടയുന്നതിനും നമുക്ക് സാധിച്ചത്. ശ്രീ ടി സിദ്ദിഖ്. സർ, ഗോൾഡ് മൈനും അതുപോലെ ഓയിൽ റിസർവിനേക്കാൾ ഏറ്റവും വലിയ സാമ്പത്തികമായിട്ടുള്ള ഏറ്റവും വലിയ സൗകര്യം കിട്ടുന്ന ഒന്നാണ് ഡാറ്റ എന്നും. സർ, നമ്മുടെ ആരോഗ്യ മേഖലയിലെ ഡാറ്റ അതിപ്രധാനമാണ്. മെഡിസിൻ കമ്പനികളുമായി ബന്ധപ്പെട്ടാണ്. സർ, കനേഡിയൻ കമ്പനിക്ക് കിരൺ സർവേ ചോർത്തി നൽകി എന്ന് കാരവൺ മാഗസിൻ റിപ്പോർട്ട് തെളിവ് സഹിതം വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. സർ, ഇത് സംബന്ധിച്ചതായിരിക്കുന്ന വല്ല നടപടികളും പ്രൊട്ടക്റ്റ് ചെയ്യാനും അത് റിട്രീവ് ചെയ്യാനും അതിൻ്റെ മേലുള്ള ആക്ഷൻസും വല്ലതും സ്വീകരിച്ചോ? കേരളത്തിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള ഹെൽത്ത് ഡാറ്റ പ്രൊട്ടക്ഷൻ പ്രൈവറ്റ് മേഖലകളിലും സർക്കാർ മേഖലകളിലും ഉള്ളത് സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ളതായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. യെസ് മിനിസ്റ്റർ. സർ, ഇത് വളരെ സുരക്ഷിതമായി ഡേറ്റ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സർ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായി ഞാനിവിടെ പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. RCC നമ്മുടെ മുന്നിലുള്ള ഒരു നല്ല ഉദാഹരണമാണ്. കാരണം ഈ ആഗോളതലത്തിൽ തന്നെ ഈ രീതിയിലുള്ള റാൻസംവെയർ അറ്റാക്കുകൾ ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെയുള്ള സൈബർ അറ്റാക്കുകളിൽ വലിയ സ്ഥാപനങ്ങൾ പ്രതിസന്ധിയിലാകുന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ രാജ്യത്ത് തന്നെ പല സ്ഥാപനങ്ങളുമുണ്ട്. പക്ഷെ കേരളത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു അനുഭവം ഇപ്പോൾ RCCയിൽ ഉണ്ടായപ്പോൾ, ഇപ്പോൾ അവിടുത്തെ തന്നെ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് RCCയിൽ എനിക്ക് 2010 അവിടെ ഫയർവാൾ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ ഡേറ്റ സംബന്ധിച്ചും പേഷ്യൻറ്റിൻ്റെ ഡേറ്റ സംബന്ധിച്ചും ഉള്ള സുരക്ഷിതത്വം ഉറപ്പാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് അത് പരിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമവും സർക്കാർ നടത്തിയിട്ടുണ്ട്. അത് തുടർന്നും അങ്ങനെ തന്നെ ചെയ്യും സർ. ശ്രീ രമേശ് ചെന്നിത്തല. സർ, ഡേറ്റ പ്രൊട്ടക്ഷൻ നമ്മുടെ ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഹെൽത്ത് ഡേറ്റ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈവൻ സുപ്രീം കോർട്ട് ഹാസ് ഗിവൺ സോ മെനി ഡയറക്ഷൻസ് ഓൺ ദാറ്റ്. പക്ഷേ സാർ, ഇന്നിവിടെ ഇതൊരു ചെറിയ ഉദാഹരണം നമ്മൾ കണ്ടുപിടിച്ചത് കൊണ്ടാണ്. ലോകത്തുള്ള ഏറ്റവും വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് ഏറ്റവും ആവശ്യം ഈ ഇൻഫർമേഷനാണ്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ ഇപ്പോൾ RCCയിലെ കാര്യം മാത്രമാണ്. സോ വി ഹാവ് ടു എവോൾവ് എ സിസ്റ്റം ടു പ്രൊട്ടക്ട് ദിസ് ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് എ മെക്കാനിസം സോ ദാറ്റ് ദിസ് ഷുഡ് നോട്ട് ബി ഹാപ്പൻഡ് അഗെയിൻ. സാർ, ഇന്ന് കേരളത്തിലെ പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ഹെൽത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ ഹെൽത്ത് ഡാറ്റ വാങ്ങിയെടുത്ത് വലിയ വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ അവർക്ക് ആവശ്യമുള്ള മരുന്നുകൾ നിർമ്മിക്കുന്നു. അതിലൂടെ ഹ്യൂജ് പ്രോഫിറ്റുകൾ ഉണ്ടാക്കുന്നു. അതിനു വേണ്ടിയിട്ടൊരു മെക്കാനിസം ഉണ്ടാക്കാൻ ഗവൺമെൻറ് തയ്യാറാണ്. സർ, ബഹുമാന്യനായ അംഗം പറഞ്ഞതുപോലെ ഈ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് ഡേറ്റയ്ക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ഡേറ്റ പ്രൊട്ടക്റ്റഡ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തുന്നതിനും അതിൽ പ്രൈവസി സൂക്ഷിക്കുന്നതിനുമുള്ള സാധ്യമായിട്ടുള്ള എല്ലാ നടപടികളും നിയമപരമായി തന്നെ സർക്കാർ സ്വീകരിക്കുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ നമുക്കൊരു ഈ ഒരു അനുഭവത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ഒരു ഓഡിറ്റ് ആരോഗ്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തണം എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട്. അതെല്ലാ സ്ഥാപനങ്ങളിലും ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ആ ഒരു ഓഡിറ്റ് നടത്തിക്കൊണ്ട് നിലവിലുള്ള സംവിധാനങ്ങളിൽ നിലവിലുള്ള ആൻറ്റിവൈറസ് പ്രൊട്ടക്ഷൻ സംവിധാനങ്ങളിലും മറ്റ് സംവിധാനങ്ങളിലും കാലോചിതമായിട്ടുള്ള മറ്റെന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് കൂടി പരിശോധിച്ചുകൊണ്ട് IT വിദഗ്ധരുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതുകൂടി സ്വീകരിക്കണം എന്നുള്ള ഇത് തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ കൂടി നമ്മൾ നടത്തുന്നുണ്ട് സാർ.